പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ലോകത്തിൻ്റെ ദേശത്തിൻ്റെ പലയിടങ്ങളിലായിരുന്നുകൊണ്ട് വിവിധയിടങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ ഒരുമിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനും ദൈവത്തിൻ്റെ വലിയ നന്മകൾ അനുഭവിപ്പാനും ആ നന്മകളെ ആരാധനയിലൂടെ ആഘോഷിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആയുസ്സിൽ നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാമെല്ലാം അറിയുന്നത് പോലെ തന്നെ നമ്മളിന്ന് വിശ്വാസ സമൂഹമായി ദക്ഷിണേന്ത്യ സഭയായി ഒരു ആഗമന കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗമനം യഥാർത്ഥത്തിൽ ആഗമനത്തിൻ്റെ ആഘോഷങ്ങളെ അർത്ഥവത്താക്കി തീർക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണെന്നുള്ള മടങ്ങി വരവാണെന്നുള്ള യാഥാർത്ഥ്യം നാം ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ ആരാധനയിലൂടെയും നമ്മുടെ ധ്യാനത്തിലൂടെയും ഒക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അത് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഇന്നത്തെ ചിന്താവിഷയം ദക്ഷിണേന്ത്യ സഭയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ എന്നുള്ളതാണ്. രക്ഷയുടെ പ്രത്യാശ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗങ്ങൾ സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 43-ാം സങ്കീർത്തനം, 2-ാം പാഠഭാഗമായി ലേഖന ഭാഗമായി വായിച്ചു കേട്ട 2 പത്രോസ് 3-ാം അധ്യായം, ഒപ്പം സുവിശേഷ വേദഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള അതിൻ്റെ അവസാനം വരെയുള്ള ആ അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള വാക്യങ്ങളിലെല്ലാം മുഴങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ തെളിഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സത്യമാണ്, ഒരു ആശയമാണ്, ഒരു 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 പദ സമുച്ചയമാണ് ഹോപ്പ് എന്നുള്ളത്, പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ എന്നുള്ളത്. അതുകൊണ്ട് ഈ രക്ഷ, 2 പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇന്നത്തെ ചിന്താവിഷയത്തിലുള്ളത്. ഒന്ന് രക്ഷ എന്നുള്ള വാക്കും, 2 സാൽവേഷൻ എന്നുള്ള വാക്കും, 2 പ്രത്യാശ എന്നുള്ള വാക്കും. രക്ഷ എന്നുള്ള വാക്കും പ്രത്യാശ എന്നുള്ള വാക്കും, ഹോപ്പ് എന്നുള്ള പദവും അതുപോലെ തന്നെ സാൽവേഷൻ എന്നുള്ള പദവും. ഈ രക്ഷ എന്ന വാക്കിന് നമ്മുടെ വിശ്വാസ മേഖലയിൽ അല്ലെങ്കിൽ തലത്തിൽ പല ഉപപദങ്ങൾ, അല്ലെങ്കിൽ ടേം വേരിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് രക്ഷ എന്ന് നമ്മൾ പറയും, വിമോചനം എന്ന് നമ്മൾ പറയും, വീണ്ടെടുപ്പ്, വിടുതൽ, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും. ഒരർത്ഥത്തിൽ മനുഷ്യവംശത്തെ ഇത്രത്തോളം ഉന്മാദത്തിലെത്തിച്ച ഒരു വാക്ക് ഉണ്ടാവില്ല. ലിബറേഷൻ, ഫ്രീഡം, സാൽവേഷൻ, രക്ഷ, സ്വാതന്ത്ര്യം, വിമോചനം, വീണ്ടെടുപ്പ് എന്നൊക്കെ ഉള്ള പദങ്ങൾ, വാക്കുകൾ എല്ലാ കാലത്തും മനുഷ്യരെ വല്ലാതെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ ചില ചരിത്രത്തിൻ്റെ ചില സാഹചര്യങ്ങളിലൊക്കെ മനുഷ്യരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഫ്രീഡം, ലിബർട്ടി, ഇതൊക്കെ ആവേശം കൊള്ളിക്കുന്ന പദങ്ങളാണ്. ഇതൊക്കെ ആവേശം കൊള്ളിക്കുന്ന ചില ജീവിത അവസ്ഥകളെക്കുറിച്ച്, നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ പ്രതീക്ഷകളെയും ഒക്കെ നമ്മുടെ സങ്കല്പങ്ങളെയും ഒക്കെ യാഥാർത്ഥ്യത്തിൽ എത്തിക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരിടം, ഒരു സാഹചര്യം, ഒരവസ്ഥ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഈ വാക്കിന് വളരെ വിശാലമായ പ്രാധാന്യമുണ്ട്. വിശ്വാസാർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലും ഈ പദത്തിന് അല്ലെങ്കിൽ ഈ അവസ്ഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യാശ, രക്ഷ എന്നൊക്കെ പറയുന്നത് ഈ ആത്മീയ സ്രോതസ്സുകളായ, ആത്മീയ ഊർജ സ്രോതസ്സുകളായ പദങ്ങളാണ്. സോ ഹോപ്പ് ആൻഡ് സാൽവേഷൻ ആർ വേർഡ്സ് വിച്ച് സെർവ് അസ് ദ റിസോഴ്സസ് ഓഫ് എനർജി ആൻഡ് ഇൻസ്പിറേഷൻ. അപ്പോൾ ക്രിസ്മസ് കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിൽ നിറയ്ക്കുന്ന കാലഘട്ടം. ഒരർത്ഥത്തിൽ ഇത്രത്തോളം നമ്മളെ ആവേശം കൊള്ളിക്കേണ്ട, നമ്മളെ പ്രചോദിപ്പിക്കേണ്ട ചില കാലഘട്ടമാണ്. നിക്കനോർ പാര എന്ന് പറയുന്ന ഒരു ചിലിയൻ കവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫ്രീഡം ഈസ് എ സ്റ്റാച്യു ഇൻ അമേരിക്ക. അമേരിക്കയിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പ്രതിമയാണ്. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി
മൻഹട്ടൻ റിവറിൻ്റെ നടുക്കൊരു ഒരു ഒരു പ്രതിമ നിൽപ്പുണ്ട്, ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അതിനെ നോക്കിയിട്ട് ആ കവി പറയുകയാണ്, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പ്രതിമയാണ്. അദ്ദേഹം തന്നെ മറ്റൊരു സാഹചര്യത്തിൽ പറയുന്നുണ്ട്, വിമോചനം ഗംഭീരമായിരിക്കുന്നു, ലിബറേഷൻ ഈസ് മാഗ്നിഫിഷ്യൻറ്റ്. ബട്ട് ലെറ്റ് മീ ആസ്ക് യു, ഹൂ വിൽ ലിബറേറ്റ് അസ് ഫ്രം ദ ലിബറേറ്റേഴ്സ്? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആരാണ് ഈ വിമോചകരിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുക? ഒരർത്ഥത്തിൽ വിമോചകരെന്ന് സ്വയം അവകാശപ്പെടുന്നവരുടെ അടിമത്വത്തിൻ കീഴിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ദേശം, നമ്മുടെ രാഷ്ട്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് വെർ ഈസ് ഹോപ്പ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ, ഹോപ്പ് ഈസ് എ പ്രസന്റ് പെർസ്പെക്റ്റീവ് സെൻറ്റേർഡ് ഓൺ എ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ. ഒരു ഭാവികാല പ്രതീക്ഷയിൽ അടിസ്ഥാനപ്പെട്ട വർത്തമാനകാല കാഴ്ചപ്പാടാണ്. ഇറ്റ് ഈസ് എ പ്രസന്റ് പെർസ്പെക്റ്റീവ്. ഹോപ്പ് ഈസ് നോട്ട് ഓൺലി എ റെലം ഓഫ് ദ ഫ്യൂച്ചർ. അതൊരു ഭാവികാല അവസ്ഥ മാത്രമല്ല ഈ പ്രതീക്ഷ, പ്രത്യാശ എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ച് വർത്തമാന കാലഘട്ടത്തിൽ, നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ചില കാഴ്ചപ്പാടുകളെ, ചില സമീപനങ്ങളെ, ചില നിലപാടുകളെ നിർണയിക്കുന്ന ഒരവസ്ഥയും അതിനെ സൂചിപ്പിക്കുന്ന പദവുമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അന്തരാത്മാവിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ എന്നുള്ള പദം. 2 കൊരിന്ത്യർ 13 അവസാനത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നോക്കണം, വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വിശ്വാസത്തിൽ തുടങ്ങി പ്രത്യാശയിലൂടെ വളർന്ന് സ്നേഹം എന്ന ആവിഷ്കരണത്തിൽ എത്തിച്ചേരുന്ന അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ച്, വികാസത്തെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ച്, അതിൻ്റെ പുരോഗതിയെക്കുറിച്ച്, അതിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുമ്പോൾ വിശ്വാസത്തിനും സ്നേഹത്തിനും ഇടയ്ക്ക് ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പ്രത്യാശയാണ്. യു cannot experience, you cannot realize faith as love without hope. ഒരിക്കലും പ്രത്യാശയില്ലാതെ വിശ്വാസത്തെ നമുക്ക് സ്നേഹമായിട്ട് ആവിഷ്കരിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ പ്രതീക്ഷയിലാണ്, പ്രത്യാശയിലാണ് ഈ ലോകം മുൻപോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. സെയിൻറ്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന ഒരു സഭാപിതാവ് ഹോപ്പിനെ കുറിച്ച്, പ്രതീക്ഷയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഹോപ്പ് ഹാസ് 2 daughters. പ്രത്യാശയ്ക്ക്, പ്രതീക്ഷയ്ക്ക് 2 പെൺമക്കളുണ്ട്. ഒന്ന് ആങ്കർ ആൻഡ് ദ സെക്കൻഡ് ഈസ് കറേജ്. ഒന്നാമത്തവളുടെ പേര് കോപം എന്നും രണ്ടാമത്തവളുടെ പേര് ധൈര്യം എന്നുമാണ്. അദ്ദേഹം തുടർന്ന് വിശദീകരിക്കുന്നു, ആങ്കർ അറ്റ് ദ വേ തിങ്സ് ആർ. അതായത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതക്രമങ്ങളൊക്കെ ഇങ്ങനെ തെറ്റായി പോകുന്നതിൽ, വഴി കുഴഞ്ഞു പോകുന്നതിൽ, വഴി പിഴച്ചു പോകുന്നതിൽ, തെറ്റായ അവസ്ഥയിലായിരിക്കുന്നതിലുള്ള ദേഷ്യം, അത് പ്രതീക്ഷയെ നിലനിർത്തുന്ന ഒന്നാണ്. ആങ്കർ അറ്റ് ദ വേ തിങ്സ് ആർ ആൻഡ് കറേജ് ടു സീ ദാറ്റ് ദേ ഡോണ്ട് റിമെയിൻ ദ വേ ദേ ആർ. അതായത് ഈ ക്രമരഹിതമായി കിടക്കുന്നത്, ഈ തെറ്റായി കിടക്കുന്നത്, ഈ വഴിപിഴച്ച് കിടക്കുന്ന ജീവിത അവസ്ഥകൾ അതങ്ങനെ തന്നെ ആയിരിക്കുകയില്ല എന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടുകൂടെ ജീവിക്കുവാനുള്ള ധൈര്യത്തിനാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. നമുക്ക് ഈ നാളുകളിൽ ഇത് രണ്ടുമാണ് ആവശ്യം. നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രതീക്ഷയെ, പ്രത്യാശയെ, വിമോചനത്തെ, വീണ്ടെടുപ്പിനെ, സ്വാതന്ത്ര്യത്തെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന, ക്രമീകൃതമായ രീതിയിൽ ഹനിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളോട്, ആത്മീയവും ഭൗതികവുമായ അവസ്ഥകളോടുള്ള കോപം, അതിനോടുള്ള ദേഷ്യം, അതിനോടുള്ള വിരോധം, അതിനോടുള്ള വിയോജിപ്പ് നമ്മുടെ പ്രതീക്ഷയുടെ ഭാഗമാണ്. ആ വിയോജിപ്പുകളാണ് ചരിത്രത്തിൽ സ്വാതന്ത്ര്യം, അതായത് രക്ഷ, സാൽവേഷൻ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. രണ്ടാമത് ഒരു ധൈര്യം വേണം. അതായത് ഈ അതിക്രമങ്ങളെ, ഈ തെറ്റുകളെ, ഈ അനീതികളെ നേരിടുവാനുള്ള ധൈര്യവും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള അസ്വസ്ഥതയും ധൈര്യവും കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ രക്ഷയ്ക്കായിട്ടുള്ള, വിടുതലിനായിട്ടുള്ള, വീണ്ടെടുപ്പിനായിട്ടുള്ള പ്രതീക്ഷ സാധ്യമായി തീരുന്നത്. എന്താണ് നമ്മുടെ സാഹചര്യം? ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാരതത്തിൻ്റെ സവിശേഷമായ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം. യു കനോട്ട്
debate or discourse on the concept of hope without understanding what is happening in our country. വിത്തെടുത്ത് കുത്തുന്ന കാർഷിക നയങ്ങളാണിപ്പോൾ. അതിൻ്റെ പേരിൽ നമ്മുടെ ഭാരതത്തിലെ കർഷകരൊക്കെ തെരുവിലാണ്, സമരത്തിൻ്റെ അതിതീവ്രമായ പാതയിലാണ്. കാർഷിക മേഖലയെ ആകമാനം അരിംകൊല ചെയ്യുന്ന അന്തക നിയമങ്ങൾ അങ്ങനെ പുതുതായി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകരെ കോർപ്പറേറ്റുകളുടെ കുടികിടപ്പുകാരാക്കുന്ന കരി നിയമങ്ങൾ, നിവർന്നു നിൽക്കുവാനുള്ള നട്ടെല്ലിനെ തച്ചുടയ്ക്കുന്ന പുതിയ തിട്ടൂരങ്ങൾ ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഹോപ്പ് ഈസ് ഗ്രാജുവലി ഫേഡിങ് അവേ ഫ്രം അവർ ഹൊറൈസൺസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രവാളങ്ങളിൽ നിന്ന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർ, കോടിക്കണക്കായിരിക്കുന്ന ജനങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ജോർജ് ഫ്ലോയ്ഡ് എന്ന് പറയുന്ന ഒരു കർത്തവർഗക്കാരൻ്റെ കഴുത്തിൻ്റെ മുകളിൽ കുത്തിയാണ് അവൻ്റെ കഴുത്തൊടിച്ചത്. കഴുത്തിൽ നിന്നാണല്ലോ നട്ടെല്ല് ആരംഭിക്കുന്നത്. ഹത്രാസിലെ പെൺകുട്ടിയുടെ നട്ടെല്ല് തകർത്ത് അവിടെ നാവരിഞ്ഞിരുന്നു. ഇതൊക്കെ ചില അടയാളങ്ങളാണ്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന ചില അടയാളങ്ങൾ. ഈ സാഹചര്യങ്ങളിൽ വിശ്വാസിക്ക്, സഭയ്ക്ക്, ദൈവജനത്തിന് ചില ആധ്യാത്മികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഒരു ക്രിസ്മസ് കാലയളവിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കും. പലയിടങ്ങളിലുമൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾ, ഒരുക്കങ്ങൾ, ബ്യൂട്ടിഫിക്കേഷനുകൾ, ഡെക്കറേഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റാറാണോ ഈ ഭാരതത്തിലെ ക്രിസ്മസ് സാഹചര്യത്തിൽ തൂക്കേണ്ടത്? നമ്മൾ വർണ്ണ മരമാണോ, ക്രിസ്മസ് ട്രീ ആണോ ഒരുക്കേണ്ടത്? നമ്മൾ ഈ വർണ്ണാഭമായിട്ടുള്ള പുൽക്കൂടുകളാണോ ഒരുക്കേണ്ടത്? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരങ്ങളിൽ, ദേവാലയത്തിൻ്റെ മുൻഭാഗങ്ങളിലൊക്കെ ഒരുക്കേണ്ടത് നല്ല വയലുകളാണ്, നല്ല പാടങ്ങളാണ്. കാരണം അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന, അതിനെയൊക്കെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്മസ് ആഘോഷം? യഥാർത്ഥത്തിൽ ഏതു തരത്തിലുള്ള പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, രക്ഷയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്? ഉച്ചവെയിലിൽ സൂര്യൻ അസ്തമിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ നമ്മൾ കണ്ടു, നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയി. ഈ ഇരുൾ ആസ്വദിക്കാനുള്ള ഇരുളല്ല, ഇത് ഇരുളല്ല, ഇത് മധുവിതുരാവല്ല, ഇത് ശവക്കുഴിയിൽ നമുക്ക് അനുഭവിക്കുന്ന, നമ്മുടെ ശവക്കല്ലറകളിൽ നമ്മൾ അനുഭവിക്കുന്ന ഇരുട്ടാണ്. ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ, ഇരുട്ടിൻ്റെ ശക്തികൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പുതിയ നിയമങ്ങൾ കൊണ്ട് നമ്മുടെ സാധാരണ ജീവിതങ്ങളെ, ആധ്യാത്മിക ജീവിതങ്ങളെ, നമ്മുടെ തിന്നാനും കുടിക്കാനും തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആർ വി സ്ലീപ്പിംഗ്? നമ്മൾ ഉറങ്ങുകയാണോ വേണ്ടത്? നമ്മൾ ഉണരേണ്ടവരല്ലേ? അതുകൊണ്ട് ഈ രക്ഷയുടെ ആഘോഷം, അല്ലെങ്കിൽ രക്ഷയുടെ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ചിന്താവിഷയത്തെ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനുമായിട്ട്. ഒന്നാമതായിട്ട് എനിക്കൊരു ചിന്തയെ പറയാനുള്ളൂ ഇന്നത്തെ ചിന്താവിഷയമായിട്ട്. ഇവിടെ പറയുന്നത് 43-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഹോപ്പ് ഇൻ ഗോഡ്. 43-ാം സങ്കീർത്തനത്തിൻ്റെ ആകെത്തുകയാണ് ആ വാക്ക്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിന്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ അവനെ നിരന്തരം സ്തുതിക്കും. അതിൻ്റെ അവസാനത്തെ വാക്കതാണ്, എൻ മനമേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്താണ്? ദുഃഖം, വ്യസനം, സങ്കടം, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ആശങ്കയിലായിരിക്കുന്ന ദൈവജനത്തിന് ആശ്വാസം നൽകുന്ന ഒരു വാക്കാണ് ഹോപ്പ് ഇൻ ഗോഡ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിലുള്ള പ്രത്യാശകളൊക്കെ മാറിയിരിക്കുന്നു. എവിടെയാണ് ദൈവം? അത് നമ്മൾ സമൂഹത്തെ കുറ്റം പറയുമ്പോൾ സഭയ്ക്കകത്തുള്ള ദൈവവിരുദ്ധമായ, ദൈവരാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളെ കൂടി നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സഭകൾ, ദൈവരാജ്യത്തിൻ്റെ ദൃശ്യാനുഭവമായിരിക്കുന്ന സഭകൾ യഥാർത്ഥത്തിൽ ദൈവത്തിലുള്ള പ്രതീക്ഷയെ പ്രഘോഷിക്കുന്നവരാണോ, ദൈവത്തിലുള്ള പ്രത്യാശയെ പ്രഘോഷിക്കുന്നവരാണോ എന്ന് നമ്മളെ തന്നെ വിലയിരുത്തിക്കൊണ്ട് ചിന്തിക്കേണ്ടുന്ന, ഉച്ചത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ്. സോ രക്ഷയുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയാണ്. ഹോപ്പ് ഓഫ് സാൽവേഷൻ ഈസ് നത്തിങ് ബട്ട് ഹോപ്പ് ഇൻ ഗോഡ്. ഹോപ്പ് ഇൻ ഗോഡ്. നമ്മൾ ഇന്നത്തെ ചിന്താവിഷയങ്ങൾ, ഇന്നത്തെ പാഠഭാഗങ്ങളെ ഒക്കെ സമാഹരിച്ചുകൊണ്ട്
ഈ ദൈവത്തിലുള്ള പ്രത്യാശയെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഹോപ്പ് ഇൻ ദ ലിബറേറ്റീവ് പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിമോചനാത്മകമായ വാഗ്ദത്തങ്ങളിൽ പ്രത്യാശിക്കുക. നമ്മൾ ദൈവത്തിൽ പ്രത്യാശിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടത്. വി ഹാവ് ടു ട്രസ്റ്റ്, വി ഹാവ് ടു ബിലീവ്, വി ഹാവ് ടു ഹാവ് കോൺഫിഡൻസ് ഇൻ ദ പ്രോമിസസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അന്തസത്തയിൽ പ്രതീക്ഷയുള്ളവരായിരിക്കണം. സെഫന്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കണമെന്നത് പാഠം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. പ്രവാസത്തിലായിരിക്കുന്ന, ചിതറിപ്പോയിരിക്കുന്ന ഇസ്രായേൽ ജനതയോട് യഹോവയായ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെ വ്യക്തമായി നമ്മൾ കാണുന്നു. നമുക്കറിയാം, ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയൊക്കെ യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കുന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന സമയം. അവിടെ സെഫന്യാ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്? യു ഷാൽ നെവർ അഗെയിൻ ഫിയർ ഈവിൾ. നീ ഒരിക്കലും ഇനി അനർത്ഥം കാണുകയില്ല. യു ഷാൽ നെവർ അഗെയിൻ ഫിയർ ദ ഈവിൾ. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നമ്മളിന്ന് അനീതികളെ ഭയപ്പെടുകയാണ്. വി ഓൾ ആർ ഇൻ ഫിയർ, ഓർ ദ പൊളിറ്റിക്സ് ഓഫ് ഫിയർ ഈസ് ഗ്രാജുവലി പെർമിയേറ്റഡ് ഇൻ ടു ദ കോമൺ ലൈഫ്. നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് ഭയത്തെ അങ്ങനെ ഇൻജക്റ്റ് ചെയ്ത് വിടുകയാണ്. പശുവിനെ കൊല്ലുന്നത് നിരോധിക്കുന്നു, അങ്ങനെ നിരോധിക്കുന്നു, ഇങ്ങനെ ചെയ്താൽ ഞങ്ങളെ 50,000 പിഴയാണ്, 7 വർഷം പിഴയാണ്. എ കൾച്ചർ ഓഫ് ഫിയർ, എ പൊളിറ്റിക്സ് ഓഫ് ഫിയർ, ആൻ ഇക്കോണമി ഓഫ് ഫിയർ. ഇവിടെ ദൈവം സെഫന്യാവിനോട് പറയുന്നു, പ്രവാസത്തിലായിരിക്കുന്ന, മറ്റ് അധിനിവേശത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരിക്കുന്ന ഇസ്രായേൽ ജനതയോട്, ബാബിലോണിയൻ പ്രവാസത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനതയോട് യഹോവയായ ദൈവം പറയുന്നു, യു ഷാൽ നെവർ സീ അഗെയിൻ ദ ഈവിൾ. നിങ്ങൾ ഇനി ഒരിക്കലും അനർത്ഥം കാണുകയില്ല. ഹോപ്പ് ഇൻ ദിസ് ഗോഡ്. ഈ കാലങ്ങളിൽ നമുക്ക് ഈ ദൈവത്തിലാണ്. നമ്മളൊക്കെ അനീതികളൊക്കെ മാറ്റും, എല്ലാം നേരാമണ്ണമാക്കുമെന്നൊക്കെ വിചാരിച്ച് പിന്തുണച്ച് ചുമന്നുകൊണ്ടൊന്ന് വെക്കുന്ന പലരും നമുക്കിട്ട് തരും. അവർ നമുക്കിട്ട് തന്നെ തരും. അധികാരത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. അതുകൊണ്ട് ദൈവത്തിലുള്ള ആശ്രയമാണ്. നല്ല നേതൃത്വം നമുക്ക് വേണം. നല്ല ഗുണമുള്ള നേതാക്കന്മാരെ നമ്മൾ പിന്തുണയ്ക്കണം. നല്ല കാമ്പുള്ള നേതൃത്വത്തെ നമ്മൾ അനുസരിക്കണം, അനുഗമിക്കണം. പക്ഷേ അവർക്ക് ദൈവത്തിൽ ഭയമുണ്ടോ? അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കണം. അവരുടെ ഭരണനൈപുണ്യമാണോ പ്രധാനം? ദൈവത്തിലുള്ള ആശ്രയമാണ്. കഴിവിലും രാഷ്ട്രീയത്തിലും സ്വാധീനത്തിലുമുള്ളവരെ അല്ല നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. യു ഷാൽ നെവർ അഗെയിൻ ഫിയർ ദി ഈവിൾ. അവിടെ ദൈവത്തിൻ്റെ 1-ാമത്തെ വാഗ്ദത്തം, നീ ഇനി അനർത്ഥം കാണുകയില്ല. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്നെ ക്ലേശിപ്പിക്കുന്നവരോട് ഞാൻ ഇടപെടും. വളരെ മനോഹരമായ വാക്കാണ് കേട്ടോണേ. ദൈവത്തിൻ്റെ വാഗ്ദത്തം പറയുകയാണ്, നിന്നെ ക്ലേശിപ്പിക്കുന്നവരോട് ഞാൻ ഇടപെടും. ഐ വിൽ ഡീൽ വിത്ത് ഓൾ യുവർ ഒപ്രസേഴ്സ്. ഐ വിൽ ഡീൽ വിത്ത് ഓൾ യുവർ ഒപ്രസേഴ്സ്. അതിനി ആരായാലും, ആയിൽ തുടങ്ങുന്ന അമിത് ഷാ ആണെങ്കിലും, അംബാനി ആണെങ്കിലും, അദാനി ആണെങ്കിലും, മോദി ആണെങ്കിലും, ആരായാലും ഗോഡ് വിൽ ഡീൽ വിത്ത് ദ ഒപ്രസേഴ്സ്. 2-ാമത്തെ പ്രതീക്ഷ അതാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നിങ്ങളിനി അനർത്ഥം കാണുകയില്ല, മുടന്തി നടക്കുന്നതിനെ രക്ഷിക്കും. ഐ വിൽ സേവ് ദ ലെയിം. ഈ പെർഫെക്റ്റ് ആയതിനെയും ഗുണമുള്ളതിനെയും എക്സ്പെർട്സിനെയും സ്കിൽഡ് ആയിട്ടുള്ളതിനെയും ഒക്കെ മാറ്റുകയാണ്. കർഷകരൊക്കെ മുടന്തരാണ്. കാലും തലയും ഒക്കെ തല്ലി ഒടിക്കപ്പെട്ടാൽ പിന്നെ മുടന്താതെ മാർഗമില്ലല്ലോ. പാവപ്പെട്ടവൻ്റെ മേൽ ഭാരം കുമിഞ്ഞു കൂടത്തക്ക വിധം ഇന്ധനത്തിന് വില കൂടുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ഇവിടെ കുറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ കുറയുന്നില്ല. പക്ഷെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് പോകും. മുടന്തി നടക്കുന്നതിനെ രക്ഷിക്കും. ദ പവർഫുൾ വിൽ ബി ഗോൺ എംപ്റ്റി. 2-ാമത്തെ പ്രോമിസ് അതാണ്. 3-ാമത് പറയുന്നത്, ചിതറിപ്പോയതിനെ ശേഖരിക്കും. ഐ വിൽ ഗ്യാദർ ദ ഔട്ട്കാസ്റ്റ്.
ഈ നിയമമൊക്കെ പാസ്സായ കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ തെരുവോരങ്ങളിൽ പുതിയ പുതിയ ആൾക്കാർ വരും. പണ്ടൊക്കെ സ്വന്തമായിട്ട് നിലമുണ്ടായി. ഇന്നൊക്കെ നമ്മുടെയൊക്കെ ഈ റോഡുകളിലൊക്കെ ഇവിടെ പണിക്കാരായിട്ടൊക്കെ ഇറങ്ങി ഈ ടെൻറ്റുകളിലൊക്കെ താമസിക്കുന്നവരുടെ ചരിത്രം അന്വേഷിക്കണം. അവരൊക്കെ ഒരു കാലത്ത് ഈ ഭൂമിയിൽ ജോലി ചെയ്തിരുന്നവരാ, തൊഴിലാളികളായിരുന്നു, ഭൂമിയോട് പടവെട്ടി നമുക്ക് അന്നം തന്നവരായിരുന്നു. ഈ ഇങ്ങനെയുള്ള ഡ്രാക്കോണിയൻ നിയമങ്ങൾ വന്ന് ആ നിയമങ്ങൾ തെരുവിലാക്കിയവരാണ്. അതിൻ്റെ എണ്ണം കൂടാൻ പോകുന്നു. നാളെയും ഞാനും നിങ്ങളും നാളെ എപ്പോൾ ആ നിരയിൽ നിൽക്കും എന്ന് മാത്രമേ അറിഞ്ഞാൽ മതി. ഔട്ട്കാസ്റ്റ്, ചിതറിക്കുകയാണ് മനുഷ്യരെ. ലജ്ജ നേരിട്ടവരുടെ പ്രശംസയും കീർത്തിയുമാക്കും. ഐ വിൽ ചേഞ്ച് ദെയർ ഷെയിം ഇൻടു പ്രൈസ് ആൻഡ് റെനോൺ. ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ്. ഈ ദൈവത്തിലാണ് നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ പ്രതീക്ഷ വെക്കുക, ദൈവത്തിൽ പ്രത്യാശിക്കുവാനുള്ള സമയമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള പ്രവേശം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള. അതുകൊണ്ടാണ് 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് 2ാമത്തെ വരവിനെ കുറിച്ചുള്ള വലിയ ഉറപ്പാണ്. അതൊരു പുതിയ ആകാശം, അതൊരു പുതിയ ക്രമമാണ്. പുതിയ ആകാശവും ഭൂമിയും ഒന്നും ആരും വകഞ്ഞു വെച്ച് മതില് കെട്ടാത്ത ഇടം. വിമാനത്താവളങ്ങളൊക്കെ ഒരാൾ എഴുതി വാങ്ങിക്കുന്നു, തുറമുഖം വേറൊരാൾ എഴുതി വാങ്ങിക്കുന്നു, ആകാശം വേറൊരാൾ, ഭൂമി വേറൊരാൾ. അതാണ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് ജോസഫിനുണ്ടാകുന്ന അരുളപ്പാടാണ്. സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിനോട് ഇടപെടുന്നു. മറിയയെ കൈക്കൊള്ളുവാൻ നീ മടിക്കണ്ട. കാരണം മറിയ ഗർഭിണിയാണെന്നറിഞ്ഞിട്ട് ജോസഫ് എന്ന ആണ്, ആ കാലത്തെ ആൺ അല്ലേ, ജോസഫ് എന്ന പുരുഷൻ, അവനിലെ പുരുഷത്വം അവളെ ഉപേക്ഷിക്കുവാനായിട്ട് ചിന്തിക്കുമ്പോൾ, അവൻ ചിന്തിച്ചു തുടങ്ങുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ദൂതൻ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. എന്താ പറയുന്നതിനും, നീ അവളെ ചേർത്തുകൊള്ളാൻ മടിക്കേണ്ട. നീ അവളെ ഉപേക്ഷിക്കാനായിട്ട് പദ്ധതി ഇടുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിനോട് പറയുന്നു, നീ ഉപേക്ഷിക്കാനിരിക്കുന്നതിനെ, ഉപേക്ഷിക്കപ്പെടുവാനുള്ളവളെ നീ ചേർത്ത് നിർത്തണം. അവിടെയാണ് ഹോപ്പ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞു വന്ന ദൈവത്തിലുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നമ്മൾ സാധൂകരിക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത് ഉപേക്ഷിക്കപ്പെടാനിരിക്കുന്നവരെ, ഉപേക്ഷിക്കപ്പെട്ടു പോകാനിരിക്കുന്നവരെ, അതേത് സമൂഹമായിരുന്നാലും. നമ്മുടെ സഭയിലും സമൂഹത്തിലുമുള്ളവർ, പുറത്താക്കപ്പെടുന്നവർ. ആരെ പുറത്താക്കാനാണ് അവകാശം? ആർക്കും ആരെയും കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള ഒരവകാശവുമില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്നവരെ ചേർത്ത് നിർത്തുവാനുള്ള സുവിശേഷമാണ് ആഗമനത്തിൻ്റെ സുവിശേഷം. അവിടെ പറയുന്നു അല്ലേ, സ്വപ്നത്തിൽ ഇടപെടുന്നു എന്നാണ് പറയുന്നത്. ഈ ആണഭിമാനത്തെ അല്ലേ, ഒരു മെയിൽ ഓണറിനെ ദൈവം തിരുത്തുകയാണ്. നീ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നീ അവളെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അതൊരു ചലഞ്ചാണ്, അതൊരു കറക്റ്റീവ് ഇൻ്റർവെൻഷനാണ്. ദൈവത്തിൻ്റെ വെളിപ്പെടലുകൾ, അത്തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാക്കണം സഭയിലും സമൂഹത്തിലും. ഉറക്കത്തിലെ സ്വപ്ന സത്യങ്ങളാണ് ഉണർവിലെ കർമ്മങ്ങൾ. കേട്ടോ, ഉറക്കമുണർന്ന യോസഫ് ദൈവത്തിൻ്റെ ദൂതൻ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അതിൻ്റെ അവസാനം അങ്ങനെയാണ് വായിക്കുന്നത്. നോക്കണം, അവിടെ ദൈവം പറയുന്നു, നീ ഉപേക്ഷിക്കാനിരിക്കുന്നവളെ നീ ചേർത്ത് നിർത്തണം, ചേർത്ത് പിടിക്കണം. കാരണം ഉപേക്ഷിക്കപ്പെടുന്നവരിലാണ് രക്ഷകനുള്ളത്. The Savior is always in the abandoned. A liberator is in the oppressed. അടിച്ചമർത്തപ്പെട്ടവരിൽ, ഉപേക്ഷിക്കപ്പെടുന്നവരിൽ, തിരസ്കരിക്കപ്പെടുന്നവരിലൊക്കെ ഒരു കുഞ്ഞുണ്ട്. വീണ്ടെടുപ്പുകാരനായ, വിമോചകനായ, രക്ഷകനായ ഒരു ക്രിസ്തുവുണ്ട് എന്ന സത്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് സമൂഹവും മറ്റുള്ളവരുമൊക്കെ ഉപേക്ഷിക്കുന്നവരെ ചേർത്ത് നിർത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നത്. അവരിലെല്ലാം ഒരു ക്രിസ്തുവുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളവരിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കാണേണ്ടത്, ക്രിസ്തുവിൻ്റെ ജന്മത്തെ കാണേണ്ടത്, ക്രിസ്തുവിൻ്റെ പിറവിയെ കാണേണ്ടത്.
ജോസഫിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അവളെ ചേർക്കണം, കാരണം അവളിൽ ഒരു രക്ഷകനുണ്ട്, ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇതാണ് പ്രതീക്ഷ, ഇതാണ് പ്രത്യാശ. അതുകൊണ്ട് നമ്മൾ എവിടെയെല്ലാം ഉപേക്ഷിക്കപ്പെട്ടാലും, ആരെല്ലാം നമ്മളെ കൈവിട്ടാലും, ഏതെല്ലാം പ്രതികൂല അവസ്ഥയിലേക്ക് നമ്മൾ സമൂഹമായി തള്ളപ്പെട്ടാലും, അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രതീക്ഷയുണ്ട്. വീണ്ടും ഞാൻ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോയെ ഓർക്കുകയാണ്. വിശുദ്ധനായ അഗസ്റ്റിൻ പറഞ്ഞ വാക്ക് ഓർക്കുകയാണ്, ഹോപ്പ് ഹാസ് 2 daughters. പ്രത്യാശയ്ക്ക് 2 പെൺമക്കളാണുള്ളത്. ഒരുവൾ കോപവും മറ്റവൾ ധൈര്യവും. നമ്മളായിരിക്കുന്ന അവസ്ഥകളോട് കോപമുണ്ടാകണം, തെറ്റുകളോട് കോപിക്കണം, ക്രമഭംഗങ്ങളോട് കോപിക്കണം. ക്രിസ്തു കോപിച്ചു, ദേവാലയത്തിൽ കോപിച്ചു, പത്രോസിനോട് കോപിച്ചു, പരീശന്മാരോട് കോപിച്ചു. കാരണം നിങ്ങളിങ്ങനെ ആവരുത്, നിങ്ങളിങ്ങനെ അല്ല ആയിരിക്കേണ്ടത്, നിങ്ങളിങ്ങനെ അല്ല പെരുമാറേണ്ടത്, ദേവാലയം ഇങ്ങനെ അല്ല ഇരിക്കേണ്ടത്. അതറിഞ്ഞുകൊണ്ട് ആങ്കർ അറ്റ് ദ വേ തിങ്സ് ആർ, ദൈവത്തിന് വിരുദ്ധമായി, ദൈവഹിതത്തിന് വിരുദ്ധമായി സഭ ചലിക്കുമ്പോൾ, ദേശം ചലിക്കുമ്പോൾ, കുടുംബങ്ങൾ ചലിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ ചലിക്കുമ്പോൾ നമുക്ക് കോപമുണ്ടാണ്. കാരണം ആ കോപം പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു ബഹിർസ്ഫുരണമാണ്. ആ കോപം നന്മ നശിപ്പിക്കാനുള്ളതാണ്, നശിപ്പിക്കാനുള്ളതല്ല, നന്മ വരുത്തുവാനുള്ള കോപമാണ്. രണ്ടാമത്തെ മകളുടെ പേര് ധൈര്യമാണ്. തിരുത്താനുള്ള ധൈര്യം, ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താനുള്ള ധൈര്യം. അപമാനം ഭയന്ന് ജോസഫ് മറിയയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ, സത്യം തിരിഞ്ഞറിച്ചപ്പോൾ അവൻ തിരുത്തി. ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. മറിയ കലഹിച്ചു. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. മറിയ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത്തരത്തിലുള്ള പ്രതീക്ഷയിലേക്ക്, രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, ലിബറേറ്റ് ചെയ്യുന്ന പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. അതിൽ നമുക്കാവശ്യം ദൈവത്തിലുള്ള വിശ്വാസമാണ്, ക്രിസ്തുവുമായിട്ടുള്ള ആഴമായിട്ടുള്ള ബന്ധമാണ്, സഭയുമായിട്ടുള്ള നമ്മുടെ അദമ്യമായ സാമീപ്യമാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ട്, ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട്, അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ചലനത്തെ നിർണ്ണയിക്കും എന്ന്, നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.